ഹലോ നമസ്കാരം, എല്ലാവർക്കും ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ ക്രിസ്മസ് സ്പെഷ്യൽ എപ്പിസോഡിലേക്ക് സ്വാഗതം. പായസമില്ലാതെ ഓണസദ്യ പൂർണ്ണമാവാത്ത പോലെ കേക്കില്ലാതെ എന്ത് ക്രിസ്മസ് ആഘോഷം അല്ലേ? ഞാൻ നിങ്ങൾക്ക് ഇന്ന് കാണിച്ചു തരാൻ പോകുന്നത് ഒരു സിമ്പിൾ ബട്ട് വെരി ടേസ്റ്റി ആയ ഒരു മിൽക്ക് കേക്കിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ ഒത്തിരി കേക്ക് ട്രൈ ചെയ്തിട്ടുണ്ടാവും, പക്ഷേ ഈ കേക്ക് കഴിച്ചില്ലെങ്കിൽ ഏറ്റവും നല്ല കേക്ക് മിസ് ചെയ്തു എന്നേ ഞാൻ പറയും. അത്രയ്ക്ക് ടേസ്റ്റിയാണ് ഈ ഐറ്റം. അപ്പോൾ ഒട്ടും സമയം കളയാതെ ഈ ലെച്ചസ് കേക്ക് എങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് ഞാൻ പറഞ്ഞുതരാം. വീഡിയോയിലേക്ക് പോയാലോ? അപ്പോൾ നമുക്കിതിൻ്റെ ഡ്രൈ ഇൻഗ്രീഡിയൻസ് നോക്കാം. 1 കപ്പ് മൈദ മാവ് ഞാൻ എടുക്കുന്നുണ്ട്. അതുപോലെ 1 ടേബിൾ സ്പൂൺ മിൽക്ക് പൗഡർ വേണം. പിന്നെ 1 ടീസ്പൂൺ ബേക്കിംഗ് പൗഡർ, 1/4 ടീസ്പൂൺ ബേക്കിംഗ് സോഡ, 1 നുള്ള ഉപ്പ്. ഇത്രയും നമുക്കൊരു 3 സ്റ്റെപ്പ് ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കണം. അരിപ്പയിൽ അരിച്ചെടുക്കാം, എന്നാൽ ഈ കേക്ക് ഈവനായിട്ട് വരികയുള്ളൂ, നല്ല സോഫ്റ്റ്നെസ്സും കിട്ടുകയുള്ളൂ. അപ്പോൾ നമുക്കിത് 3 സ്റ്റെപ്പ് ഒന്ന് നന്നായിട്ട് അരിച്ചെടുക്കുക. അതാണ് എൻ്റെ ഫസ്റ്റ് സ്റ്റെപ്പ്. അപ്പോൾ ഞാനിത് അരിച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് വേണ്ടത് 3 മുട്ടയാണ്. റൂം ടെമ്പറേച്ചറിലെ മുട്ട തന്നെ എടുക്കണം. ആ 3 മുട്ട നമുക്കൊന്ന് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. അപ്പം ബീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് നമുക്ക് കുറച്ച് വാനില എസൻസ് കൂടെ ഇതിൽ ചേർത്ത് കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ സ്മെല്ല് കൂടുതൽ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ വാനില എസൻസ് കൂടെ ആഡ് ചെയ്യുന്നത്. നന്നായിട്ട് ഒരു 2-3 മിനിറ്റ് ഇങ്ങനെ ബീറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് ഇനി പഞ്ചസാര പൊടിച്ചത്, ഞാൻ 1/4 കപ്പ് പഞ്ചസാര എടുത്ത് പൊടിച്ചിട്ടുണ്ട്. അപ്പോൾ 1 കപ്പ് നമുക്ക് കിട്ടും. അത് കുറേശ്ശെ ഇട്ട് കൊടുക്കാം, ഒന്നിച്ചിടണ്ട, കുറേശ്ശെ ഇട്ടാൽ മതി. കുറേശ്ശെ ഇട്ട് നന്നായിട്ട് ബീറ്റ് ചെയ്യണം. ഒരു 7-8 മിനിറ്റ് ബീറ്റ് ചെയ്താൽ നല്ല ഫ്ലഫി ആയിട്ട് വരും. ഇത് ഏകദേശം ആയിട്ടുണ്ട്. ഇതുപോലെ നല്ല ഫ്ലഫി ആയിട്ട് വരണം. ഒരു 7-8 മിനിറ്റ് നമുക്ക് ബീറ്റ് ചെയ്യാം. കഴിഞ്ഞു. ഇനി നമുക്ക് കേക്ക് ഉണ്ടാക്കാം. ഇനി ഇതിലേക്ക് ഞാനൊരു 1/4 കപ്പ് ഓയിൽ ഒഴിച്ചിട്ടുണ്ട്. ഒരു 1/2 കപ്പ് പാല് ഫ്രിഡ്ജിൽ വെച്ച പാലെടുക്കല്ലേ. ഇനി കുറേശ്ശെയായിട്ട് നമുക്ക് ആ ഡ്രൈ ഇൻഗ്രീഡിയൻസ് ഇതിലോട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഒരു സൈഡിലോട്ട് ഫോൾഡ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു സ്പാച്ചിലയോ അല്ലെങ്കിൽ ഒരു സ്പൂണോ എന്തെങ്കിലും വെച്ച് മെല്ലെ ചെയ്ത് കൊടുക്കാം. പിന്നെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണേ, നമ്മൾ ഈ കേക്ക് ബാറ്റർ ഒഴിച്ചു കൊടുക്കുന്ന ആ ഒരു പാത്രം നേരത്തെ തയ്യാറാക്കി വെക്കണം. ബട്ടർ പേപ്പർ ഇട്ട് കുറച്ച് ബട്ടറൊക്കെ നന്നായിട്ട് സ്പ്രെഡ് ചെയ്ത് കൊടുത്തിട്ട് വേണം ഇത് ഒഴിക്കാനായിട്ട്. അത് ആദ്യമേ റെഡിയാക്കി വെക്കണേ, ഞാനത് പറയാൻ വിട്ടുപോയി. എന്നിട്ട് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. നമുക്കിതുപോലെ 4 വശവും ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ എയർ ബബിൾസൊക്കെ പോയി കിട്ടും. അതിനാണ് ഇങ്ങനെ ചെയ്യുന്നത്. ഇനി ഞാൻ സാധാരണ ഒരു പാത്രത്തിൽ വെച്ചിട്ടാണ് ബേക്ക് ചെയ്യുന്നത്. കുറച്ച് ഉപ്പ് ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്, ഒരു റിങ്ങും ഇറക്കി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇതൊരു 10 മിനിറ്റ് ഫുൾ ഫ്ലെയിമിൽ വെച്ച് നന്നായിട്ട് പ്രീ ഹീറ്റ് ചെയ്തതിന് ശേഷമാണ് ഞാൻ ഈ കേക്ക് വെച്ച് കൊടുക്കാൻ പോകുന്നത്. ഇനി നമുക്ക് മീഡിയം ഫ്ലെയിമിൽ വെച്ച് ഒരു 30 മിനിറ്റ് നന്നായിട്ട് ബേക്ക് ചെയ്യാം. 30 മിനിറ്റ് തന്നെ വേണം. 30 മിനിറ്റ് ആകുമ്പോൾ നിങ്ങൾ നോക്കിക്കൊള്ളണേ. ചിലപ്പോൾ ചിലർക്ക് 35-40 മിനിറ്റൊക്കെ എടുക്കും. എനിക്ക് 30 മിനിറ്റ് റെഡിയായി കിട്ടി. അപ്പോൾ നമുക്ക് നോക്കാം. ഇതാ നോക്കിയേ, കേക്ക് ഇവിടെ നന്നായിട്ട് വന്നിട്ടുണ്ട്, റെഡിയായി വന്നിട്ടുണ്ട്. എന്തായാലും നമുക്കൊന്ന് ആയിട്ടുണ്ടോ എന്ന് നോക്കാം. ഞാൻ ടൂത്ത് പിക്ക് വെച്ച് നോക്കിയപ്പോഴത്തേക്ക് കേക്ക് റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ആ ബട്ടർ പേപ്പറൊക്കെ മെല്ലെ ഇളക്കിയെടുക്കാം. ഇനിയാണ് ഇതിൻ്റെ സെക്കൻഡ് സ്റ്റെപ്പ്. ഇനി നോക്കിക്കോളൂ, ഞാൻ 1.5 കപ്പ് പാലൊന്ന് കുറുക്കി എടുത്തിട്ടുണ്ട്. ചൂട് പാലിലേക്ക് ഞാൻ 1 കപ്പ് വിപ്പിംഗ് ക്രീം കൂടെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. അതുപോലെ അത് നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് ഒരു 1/4 ടിൻ കണ്ടൻസ് മിൽക്ക് കൂടെ ആഡ് ചെയ്യുന്നുണ്ട്. ഇത് 3ഉം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യണം. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ച് കേക്കിൽ ചെറിയ ദോരം ഇട്ട് കൊടുക്കാം. ആ ഹോൾസിലൂടെ വേണം ഈ പാലൊന്ന് ഒഴിച്ചു കൊടുക്കാനായിട്ട്. നന്നായിട്ട് അബ്സോർവ് ചെയ്യണം. അതിനാണ് ഞാൻ ചൂട് പാല് തന്നെ എടുത്തത്. അതാകുമ്പോൾ നന്നായിട്ട് അതിലോട്ട് അബ്സോർവ് ചെയ്ത് ഇരിക്കും. ഒരു പാതി പാല് നമുക്കിതിലോട്ട് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഒരു 10 മിനിറ്റ് നേരം ഈ കേക്ക് ഒന്ന് ഫ്രിഡ്ജിൽ വെച്ചിട്ട് എടുക്കാമേ. നിങ്ങൾ ഫ്രീസറിലല്ല, താഴെയാണ് വെക്കേണ്ടത്. 10 മിനിറ്റ് മതി. എന്നിട്ട് നമുക്ക് ഇതിന് വേണ്ടുന്ന വിപ്പിംഗ് ക്രീം കൂടെ ഒന്ന് റെഡിയാക്കണം. അപ്പോൾ 1 കപ്പ്, ഒരു ചെറിയ കപ്പിൽ ഒരു 1/2 കപ്പ് മതിയാവും വിപ്പിംഗ് ക്രീം ഞാൻ എടുത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ബീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഐസ് ക്യൂബ്സ് ഇട്ട് ഒരു പാത്രത്തിലാണ് ഇറക്കി വെച്ചത്. അപ്പോൾ അത് നല്ല സ്റ്റിഫായിട്ട് വരും. അതിന് വേണ്ടിയിട്ടാണ് അങ്ങനെ ചെയ്തത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ബീറ്റ് ചെയ്തെടുക്കണം.
ഒരു 5-6 മിനിറ്റ് ബീറ്റ് ചെയ്താലേ നന്നായിട്ട് സ്റ്റിഫായിട്ട് വരത്തുള്ളൂ. ഇതിവിടെ റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഒരു പൈപ്പിംഗ് ബാഗിലോട്ട് മാറ്റാം. ഞാനൊരു നോസിലൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് അത് വേണ്ടെങ്കിൽ അതിൻ്റെ ടിപ്പൊന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് കൊടുത്താലും മതിയാവും കേട്ടോ. ഞാൻ നോസിലിട്ടു. ഇല്ലാത്തവർക്ക് ഇതിന് ടിപ്പ് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തിട്ട് നമുക്ക് ഇതിനെ ചെറിയ ചെറിയ ഒരു ഷേപ്പിലോട്ട് മാറ്റാം. ഇങ്ങനെ നോക്കിയാൽ മതി. ഇതുപോലെ ചെയ്യാം. ഇതിന് വേറെ വിപ്പിംഗ് ക്രീമൊന്നും ഒരുപാട് തേച്ചൊന്നും കൊടുക്കണ്ട. ഇതിൻ്റെ മീതെ ഇത്തിരി ഈ ഡെക്കറേഷൻ മാത്രമേ ഉള്ളൂ. ഇതിവിടെ കഴിഞ്ഞു. ഇത്രയും വേണ്ടൂ. അല്ലാതെ സൈഡിലൊന്നും നമുക്ക് വിപ്പിംഗ് ക്രീം തേക്കേണ്ട ആവശ്യമില്ല. കാരണം ഇത് നമ്മൾ മിൽക്ക് സോസ് ഒഴിച്ചു കൊടുക്കുന്നല്ലോ. ഇനി ഞാനിവിടെ കുറേ ഡ്രൈ ഫ്രൂട്ട്സൊക്കെ റെഡിയാക്കി വെച്ചിട്ടുണ്ട്. കുറച്ച് ബദാമും പിസ്തയും ചെറിയൊക്കെ ഞാൻ കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. നിങ്ങൾക്ക് ബദാം മാത്രമേ ഉള്ളൂവെങ്കിൽ അത് മാത്രം ചെയ്യാം. ഞാൻ പിസ്തയും കൂടെ ചേർത്ത് കൊടുത്തു. ഇനി അതിൻ്റെ മീതെ കുറേശ്ശെ നമുക്ക് ഇങ്ങനെ ഇട്ട് കൊടുക്കാം. എന്നിട്ട് ചെറിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഒരു ഭംഗിയൊക്കെ ഉണ്ടാവും. ഇങ്ങനെയാണ് സാധാരണ മിൽക്ക് കേക്ക് ചെയ്യുന്നത്. ഇനി നമുക്ക് നമ്മുടെ മിൽക്ക് സോസ് കൂടെ ഒഴിച്ചു കൊടുക്കേണ്ടതുണ്ട്. നമ്മളിത് സെർവ് ചെയ്യുമ്പോഴത്തേക്ക് മിൽക്ക് സോസ് ഒഴിച്ച് വേണം സെർവ് ചെയ്യാനായിട്ട്. ഇത്രയും ടെംപ്റ്റിംഗ് ആയിട്ടുള്ള യമ്മി ആയിട്ടുള്ള ഒരു വെറൈറ്റി കേക്ക് നിങ്ങൾ വേറെ ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല. അത്രയ്ക്ക് നല്ലതാണ്. അപ്പോൾ ഈ ക്രിസ്മസിന് നിങ്ങൾ തീർച്ചയായിട്ടും ഇത് ട്രൈ ചെയ്ത് നോക്കണേ. എന്നിട്ട് ഫീഡ്ബാക്സൊക്കെ കമൻറ്റ് ബോക്സിൽ ഇടുക. പിന്നെ വേറൊരു കാര്യം, ഈ കേക്ക് ഒരു ബേസായിട്ട്, ഞാൻ ആദ്യം ഉണ്ടാക്കിയ കേക്ക് ഏത് ക്രീം വെച്ചിട്ടുള്ള കേക്കിന് നമുക്ക് ബേസായിട്ട് എടുക്കാവുന്നതാണ്. അല്ലാതെ വെറുതെ നിങ്ങൾക്ക് കഴിക്കാം. ടീ കേക്കായിട്ടും കഴിക്കാം. അപ്പോൾ ഈ ക്രിസ്മസ് എല്ലാവരും ഹാപ്പി ആയിട്ട് സെലിബ്രേറ്റ് ചെയ്യുക. ഒപ്പം ദേവ്സ് കുക്കിംഗ് വേൾഡിൻ്റെ വീഡിയോസൊക്കെ കാണുക. പുതിയ വീഡിയോസ് ഇനിയും വരുന്നുണ്ട്. ഒത്തിരി വീഡിയോസ് വരുന്നുണ്ട്. എല്ലാം കണ്ടിട്ട് കമൻറ്റ്സൊക്കെ കമൻറ്റ് ബോക്സിലിടുക. ഇങ്ങനെ നമുക്ക് മിൽക്ക് സോസ് ഒഴിച്ച് വേണം ഇത് സെർവ് ചെയ്യാൻ കേട്ടോ. അപ്പോൾ ശരി, ഞാൻ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം. ടിൽ ദെൻ ഗുഡ് ബൈ.